ഈജിപ്ഷ്യൻ ചരിത്രവും രസവും ഖെഡ്മേനെ നിഗൂഢതകളും ശാസ്ത്രീയ നിരീക്ഷണങ്ങളും. പുരാതന ഈജിപ്തിലെ സംസ്കാരത്തിന് ധാരാളം രഹസ്യങ്ങളുണ്ട്. അത്തരം ഒരു രഹസ്യമാണ് രസം ഖെഡ്മേനെ എന്ന മൂലകത്തിന്റെ അവരുടെ ഉപയോഗം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്നതും തിളക്കമുള്ളതുമായ ഒരു ലോഹമാണിത്. രസം ഖെഡ്മേനെ എന്താണ്? രസം എന്നത് ഒരു രാസമൂലകമാണ്. ഇത് ഒരു ഹെവി മെറ്റൽ ലേബേ കംഡോദ് ആണ്. കൂടാതെ മനുഷ്യ ശരീരത്തിന് ഇത് വിഷകരവുമാണ്. ചെറിയ അളവിൽ പോലും ദീർഘകാലം സമ്പർക്കത്തിൽ വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ രസത്തിന്റെ സാന്നിധ്യം. പുരാവസ്തു ഗവേഷകർക്ക് ഈജിപ്തിലെ ചില പുരാതന ശവകുടീരങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും രസത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജകുടുംബത്തിലെ അംഗങ്ങളുടെ ശവകുടീരങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു നിഗൂഢതയായി കണക്കാക്കപ്പെടുന്നു, കാരണം ഇതിന്റെ വിഷാംശം പുരാതന ഈജിപ്തുകാർക്ക് എത്രത്തോളം അറിയാമായിരുന്നു എന്നത് വ്യക്തമല്ല. ഉപയോഗങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ. രസത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ആചാരപരമായതും മതപരമായതുമായ പ്രാധാന്യം. രസത്തിന്റെ ദ്രാവക സ്വഭാവം ഒഴുകുന്ന വെള്ളത്തെയും അതുവഴി ജീവൻ, ശുദ്ധീകരണം അല്ലെങ്കിൽ പുനർജന്മം എന്നിവയെയും പ്രതീകാത്മകമായി കണ്ടിരിക്കാം. മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയിൽ മൃതദേഹങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഘടകമായി ഇത് ഉപയോഗിച്ചിരിക്കാം. ഡസനക്കെയും മെയോക്കമ പരീക്ഷണങ്ങളും. പുരാതന ഈജിപ്തുകാർക്ക് ആൽക്കെമിയിൽ താൽപ്പര്യമുണ്ടായിരുന്നു. സാധാരണ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിൽ രസം ഒരു പ്രധാന പദാർത്ഥമായി കണക്കാക്കപ്പെട്ടു. രസത്തിന് മറ്റ് ലോഹങ്ങളുമായി എളുപ്പത്തിൽ പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇത് വിവിധ രാസപരീക്ഷണങ്ങളിൽ ഉപയോഗിച്ചിരിക്കാം. മരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. പുരാതന സംസ്കാരങ്ങളിൽ രസം ചിലപ്പോൾ മരുന്നുകളിലോ അല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾക്കുള്ള ലേപനങ്ങളിലോ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ, പ്രത്യേകിച്ച് ചർമ്മത്തിന് തിളക്കം നൽകാനോ ചുവപ്പ് നിറം നൽകാനോ ഉപയോഗിച്ചിരുന്നിരിക്കാം. അതിന്റെ വിഷാംശം പൂർണ്ണമായി മനസ്സിലാക്കാതെയായിരിക്കാം ഇത്. സംരക്ഷണ വസ്തു. മൃതദേഹങ്ങളെ സംരക്ഷിക്കുന്നതിനായി രസം ഉപയോഗിച്ചിരിക്കാമെന്നും ഒരു സിദ്ധാന്തമുണ്ട്, പ്രത്യേകിച്ചും മമ്മികൾക്ക് ചുറ്റുമുള്ള പരിതസ്ഥിതിയിൽ. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ സ്ഥിരീകരണമില്ല. നിഗൂഢതകൾ. വിഷാംശത്തെക്കുറിച്ചുള്ള അറിവ്. രസം വിഷമാണെന്ന് അവർക്ക് എത്രത്തോളം അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ നിഗൂഢത. അറിഞ്ഞിട്ടും അവർ ഇത് ഉപയോഗിച്ചെങ്കിൽ അതിന്റെ ഗുണങ്ങൾ വിഷാംശത്തെക്കാൾ വലുതാണെന്ന് അവർ വിശ്വസിച്ചിരിക്കണം. ഉറവിടം. ഈജിപ്തിൽ സ്വാഭാവികമായി രസം വലിയ അളവിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ അവർക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു? വ്യാപാരത്തിലൂടെയാണോ അതോ മറ്റു വഴികളിലൂടെയാണോ? കൃത്യമായ ഉപയോഗം. ശവകുടീരങ്ങളിലും മറ്റും കണ്ടെത്തിയ രസം എന്തിനാണ് ഉപയോഗിച്ചത് എന്നതിന് വ്യക്തമായ ചരിത്രരേഖകളോ പൂർണ്ണമായ ശാസ്ത്രീയ തെളിവുകളോ ഇപ്പോഴുമില്ല. ശാസ്ത്രീയ നിരീക്ഷണം. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ രസത്തിന്റെ സാന്നിധ്യം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അവരുടെ സാങ്കേതികവിദ്യ, രാസപരമായ അറിവ്, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇത് ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിക്കുന്നു. ഇത് ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായി ഉത്തരം കിട്ടാത്ത ഒരു വിഷയമാണ്. കൂടുതൽ